പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ അല്പം താമസിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 11 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു രാത്രി. കാരണം ഞാനിപ്പോഴാണ് ചർച്ചിൽ വീട്ടിലെത്തിച്ചേർന്നത്. ചില കാര്യങ്ങൾ പറയാനിലൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിലൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷാജുവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. എറണാകുളം കോലഞ്ചേരി ആശുപത്രിയിൽ, മൂവാറ്റുപുഴയ്ക്കടുത്താണത്. ആശുപത്രിയിൽ വീണ് തുടയലിൽ പൊട്ടിയ ഒരു സഹോദരന് വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്കത് യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. കാരണം കാല് അത് വളരെ പഴുക്കുകയാണ്. എല്ലിലേക്ക് പഴുപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഭാഗം ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഈ ട്യൂബ് ഇട്ടിരിക്കുകയാണ്, ഈ പഴുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി അത് പൂർണ്ണമായിട്ട് കരിഞ്ഞ് എങ്കിൽ ശേഷം മാത്രമേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അത് 2 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇനി കുറേ ദിവസങ്ങൾ കിടക്കേണ്ടി വരും. എന്നാൽ ആവശ്യത്തിന് പൈസ ആയിട്ടില്ല അവർക്ക്. എന്നാൽ ഇപ്പോൾ സമാധാനമുണ്ട് അവർക്ക്. കാരണം വലിയൊരു പ്രശ്നമായിരുന്നു, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോവുകയായിരുന്നു. കാരണം അവരുടെ കയ്യിൽ 700 രൂപ മാത്രമേ ആ റൈസ് സൗകര്യയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു വല്ലാത്തൊരു പ്രയാസത്തിലും വല്ലാത്തൊരു മാനസിക വിഷമത്തിലാണ് അവർ പോയത്. എന്തായാലും ശരി, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ദിവസങ്ങൾ ആശുപത്രി കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇനി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതൊരു പൈസ ആയിട്ടില്ല. പ്രത്യേകം പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ 3-4 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ഒരു 3 ജപ്തി ഒഴിവാക്കിയിട്ടുണ്ട്. ബാങ്കിൽ പൈസ അടച്ച് ആധാരം എടുത്തു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാൻ കിടക്കുകയാണ്. പിന്നെ നമ്മുടെ MJ വർഗീസ് പാസ്റ്റർ വീട് പണി, കിണറിൻ്റെ പണി ആരംഭിച്ചു. ഇനി വീട് പണി ആരംഭിക്കാനായി പോവുകയാണ്. പിന്നീട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കണ്ണിന് ഓപ്പറേഷൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ, സുലോചന. കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കാഴ്ചയുണ്ട്. അതാണ് ഒരു വലിയ സന്തോഷമെന്ന് പറയുന്നത്. കാഴ്ച ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.